തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ ജില്ലകളിലെല്ലാം ബി.ജെ.പി സ്വാധീനം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. 2019 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ സജീവ നീക്കങ്ങളും പ്രകടമായിരുന്നു. 2024 ഉപതെരഞ്ഞെടുപ്പിൽ അല്പം പതറിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കരുനീക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പിന് സജ്ജമായിരുന്നു ബി.ജെ.പി പാർട്ടി. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിക്ക് അല്പാശ്വാസം നൽകുന്ന വാർത്തകളാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ബി.ജെ.പിക്ക് അട്ടിമറി വിജയമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് ബി.ജെ.പി പിടിച്ചെടുത്തു. എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുകുഴി വാർഡ് കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തത് ബി.ജെ.പിയാണ്. 48 വോട്ടിനായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥിയായ റാണി ആറിന്റെ വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂസൻ ജെയിംസിനെയാണ് റാണി പരാജയപ്പെടുത്തിയത്. ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് 295 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 247 വോട്ടുകളാണ് ലഭിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിലെ ലീലാമ്മ സാബു 337 വോട്ടിനാണ് വിജയിച്ചത്. സംസ്ഥാനത്തെ 11 ജില്ലകളിലെ 31 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഡിസംബർ 10-നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 61.87% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 44,262 പുരുഷന്മാരും 49,191 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും അടക്കം 93,454 പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ്, 11 ജില്ലകളിൽ 4 ബ്ലോക്ക് വാർഡ്, 3 മുനിസിപ്പാലിറ്റി വാർഡ്, 23 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു ഡിസംബർ 10 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ എരുവ പിടിച്ചെടുത്തത് അതേസമയം കോൺഗ്രസ് ആണ്. സ്ഥാനാർത്ഥിയായ ദീപക് എരുവ 575 വോട്ടിനാണ് വിജയിച്ചത്. CPIM സ്ഥാനാർത്ഥിയായ CS ശിവശങ്കരപിള്ള 476 വോട്ടോടെ രണ്ടാമതെത്തി. കഴിഞ്ഞ തവണ CPMന്റെ ജയകുമാരി വിജയിച്ച വാർഡാണത്. ജയകുമാരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPM വിട്ട് ബി.ജെ.പിയിലേക്ക് പോയ ബിപിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ. 19 വാർഡുള്ള പഞ്ചായത്തിൽ LDF 14, NDA 4, UDF 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണയും ദീപക് എരുവ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. അന്ന് 477 വോട്ടാണ് ദീപകിന് ലഭിച്ചത്. കഴിഞ്ഞ തവണ വെറും 54 വോട്ടിനായിരുന്നു കോൺഗ്രസിന് വാർഡ് നഷ്ടമായത്. ഇത്തവണ വാർഡ് പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി.ജെ.പി മുന്നേറ്റമുണ്ടാക്കിയിരുന്നത്. CPM ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിപിൻ സി ബാബു CPIM ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത തലവേദനയായി നിന്നപ്പോഴാണ് പ്രധാന നേതാവായ ബിപിൻ സി ബാബു പാർട്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെറ്റിമുറി വാർഡിൽ LDFന് വിജയമായിരുന്നു. LDF സ്ഥാനാർത്ഥിയായ N തുളസി വിജയിക്കുകയും ചെയ്തു. 390 വോട്ടുകൾ ലഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അഖിൽ പൂലത്ത് 226 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തുമെത്തി. ബി.ജെ.പി സ്ഥാനാർത്ഥിയായ സുരേഷ് തച്ചന്തിയഴകത്ത് 202 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ബി.ജെ.പിയുടെ കൈവശമുണ്ടായിരുന്ന വാർഡാണ് LDF പിടിച്ചെടുത്തിരുന്നത്. അംഗമായിരുന്ന അമൽരാജ് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല എങ്കിലും 1103 വോട്ടുകളാണ് തെറ്റിമുറിയിൽ ഉണ്ടായിരുന്നത്. 828 പേർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജില്ലയിൽ 5 പഞ്ചായത്തുകളിലെ 6 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തിലെ നടുവിലക്കര, ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട്, കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറി, എരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി, തേവലക്കര പഞ്ചായത്തിലെ കൊയ്വിള, തെക്ക് പാലക്കൽ, വടക്ക് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെറ്റിമുറി വാർഡിൽ LDFന് വിജയം ആയിരുന്നു. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചമ്പാറ, ഇടുക്കിയിലെ കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിൽ ഇടതു മുന്നണിക്ക് ഭരണം നഷ്ടമായി. നാട്ടികയിൽ LDF സിറ്റിംഗ് സീറ്റിൽ UDF അട്ടിമറി വിജയം നേടുകയായിരുന്നു. UDFിലെ P. വിനു 115 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മലപ്പുറം മഞ്ചേരി നഗരസഭയിൽ കരുവമ്പ്ര വാർഡ് CPMൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു. ആലങ്കോട് പഞ്ചായത്തിൽ 18ാം വാർഡിൽ LDFും വിജയിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡും പടിഞ്ഞാറെ കല്ലട 5ാം വാർഡും LDF പിടിച്ചെടുത്തു. പത്തനംതിട്ടയിലെ എഴുമറ്റൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പി സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. നിരണം 7ാം വാർഡിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. തൃശൂർ ജില്ലയിലെ തന്നെ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ വാർഡ് കോൺഗ്രസും കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് ബി.ജെ.പിയും നിലനിർത്തുകയും ചെയ്തു. പത്തനംതിട്ട നിരണം പഞ്ചായത്ത് കിഴക്കുമുറി വാർഡ് UDF പിടിച്ചെടുത്തു. 211 വോട്ടുകൾക്ക് UDFിലെ രാജി കണിയന്ത്ര വിജയിച്ചു. കൊല്ലം പടിഞ്ഞാറെ കല്ലട 5ാം വാർഡ് LDF പിടിച്ചെടുക്കുകയായിരുന്നു. LDFിന്റെ സിന്ധു കോയിപ്രം 92 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കാൻകോട് വാർഡ് ബി.ജെ.പി നിലനിർത്തി. 130 വോട്ടുകൾക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചത്. പാലക്കാട് തച്ചാമ്പാറ പഞ്ചായത്തിലെ 4ാം വാർഡ് ഇടതുമുന്നണിക്ക് നഷ്ടമായി. UDFിലെ അലി തേക്കത്ത് 28 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. ഇതോടെ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമാകും. പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്തിലെ പുളിഞ്ചാണി വാർഡ് LDF നിലനിർത്തിയിരുന്നു.
കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് വെസ്റ്റ് വാർഡ് UDFും നിലനിർത്തി. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12ാം വാർഡ് CPMന്റെ പക്കൽ നിന്നും UDF പിടിച്ചെടുത്തു. UDFിലെ ദീപക് 99 വോട്ടുകൾക്കാണ് വിജയിച്ചിരുന്നത്. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് 3ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് പിടിച്ചെടുത്തു. 216 വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചത്. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം ഡിവിഷനിൽ CPMൽ നിന്നും UDF വിജയം പിടിച്ചെടുത്തു. 42 വർഷമായി UDF നിരന്തരമായി വിജയിച്ചിരുന്ന ഡിവിഷനാണത്. മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിലെ 18ാം വാർഡ് കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു.